ഹേ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വല്യമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ചായ ടൈമായി. അപ്പോൾ ചായ തരുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ബജിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല, ചേച്ചി ബജി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കടലമാവ്, അതുപോലെ തന്നെ ആ വൈറ്റ് കളറിലെ അത് ഗോതമ്പ് മാവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കടലമാവും ഗോതമ്പ് മാവും അതുപോലെ തന്നെ ചില്ലി പൗഡർ, സോൾട്ട്, പിന്നെന്ത് കായം, മഞ്ഞൾപ്പൊടി കുറച്ച് മതി. അപ്പം ഇത്ര സംഭവങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട്. കുറച്ച് വാട്ടർ ആഡ് ചെയ്യണം. നമ്മളത് കട്ടിക്ക് തന്നെ എന്തായാലും കിട്ടണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഭയങ്കര ലൂസായി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വരത്തില്ല, മാത്രമല്ല പിടിക്കത്തില്ല മുട്ടയിലോട്ട്. അപ്പം നമ്മളങ്ങനെ മുട്ടയൊക്കെ എടുത്ത് ഇത് സോൾട്ടൊക്കെ ഇട്ടിപ്പം മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്ര ഒരു കട്ടി വേണം കേട്ടോ, കാരണം ഈ ഒരു എഗ്ഗ് നമ്മൾ കട്ട് ചെയ്തിട്ടിടുമ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ പിടിക്കണം. കാരണം ലൂസായി കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ മുട്ടയിൽ ഭയങ്കരമായിട്ട് പിടിക്കത്തില്ല. അപ്പോൾ മുട്ടയൊക്കെ നമ്മൾ അവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തോടൊക്കെ ഇളക്കി എനിക്കാണെങ്കിൽ അതെന്ന് പറഞ്ഞിടത്ത് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ വെച്ച് എന്തായാലും ബജി ഉണ്ടാക്കി തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മുട്ട അങ്ങനെ ഞാനങ്ങ് വെച്ചു. അപ്പോൾ ചേച്ചിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇടാണ്. അപ്പോൾ ഗൈസ്, മുട്ട ബജി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മൊരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ മുട്ട ബജി സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉഷാറാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട ബജി പ്ലസ് കട്ടൻ ചായ. ഓൾറെഡി നമ്മൾ മുന്നേ ചായ കുടിച്ചത്. വല്യമ്മയുടെ വീട്ടിൽ കറക്റ്റ് 4 മണിക്ക് ഇവിടെ ചായ ഇടും. പക്ഷേ എനിക്കെന്തോ 6:30 ആയാലും 7 മണി ആയാലും എനിക്ക് മുട്ട ബജി കഴിക്കാൻ തോന്നും. അത് എപ്പോഴും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്വീറ്റ് ഐറ്റംസ് ആയിരിക്കും കഴിക്കാൻ തോന്നുക, എനിക്കിതുപോലെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുക. അപ്പോൾ എന്നെപ്പോലെ ഉള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചേച്ചി ചായയൊക്കെ വെച്ചു, അങ്ങനെയൊക്കെ ആയിട്ട് ചായയും മുട്ട ബജിയൊക്കെ ആയിട്ട് ഒന്ന് ആലോചിച്ചൊക്കെ നല്ല മഴയും പുറത്ത്. അപ്പോൾ സെറ്റല്ലേ ഗൈസ്. അപ്പോൾ ഇനിയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.